ലോകത്തിലെ 23ഓളം ഗാന്ധിമാര് നമുക്കുണ്ടായിട്ടുണ്ട്. അതിർത്തി ഗാന്ധി, ബീഹാർ ഗാന്ധി, കേരള ഗാന്ധി, മയ്യഴി ഗാന്ധി, ജർമ്മൻ ഗാന്ധി, ശ്രീലങ്കൻ ഗാന്ധി, ഘാന ഗാന്ധി, ബ്രസീലിയൻ ഗാന്ധി, ലിസ്ബൺ ഗാന്ധി, കോസോവോ ഗാന്ധി, ചെക്ക് ഗാന്ധി, ടാൻസാനിയൻ ഗാന്ധി, ദേവാരണ്യം ഗാന്ധി, അയർലൻഡ് ഗാന്ധി, കെനിയൻ ഗാന്ധി, ആഫ്രിക്കൻ ഗാന്ധി, മണിപ്പൂർ ഗാന്ധി, ഇന്തോനേഷ്യൻ ഗാന്ധി, ജൂത ഗാന്ധി. അപ്പൊ ഇവരെ പറ്റി എല്ലാ വിവരണങ്ങളും, ഇവരുടെ ഫോട്ടോകളും, ഇവരെ പറ്റിയുള്ള ഇവരെങ്ങനെ ഗാന്ധിയുടെ പാത പിന്തുടർന്നുള്ള വിവരങ്ങൾ വിശദമായിട്ട് സമാഹരിച്ചിട്ടുണ്ട്. കൂടാതെ ഗാന്ധിജിയെ കുറിച്ചുള്ള ഗാന്ധിജിയുടെ കൊട്ടേഷൻസ് ഏതാണ്ട് മലയാളത്തിലും ഇംഗ്ലീഷിലുള്ള കൊട്ടേഷൻസ് ഒരു 250-300ഓളം കൊട്ടേഷൻസ് സമാഹരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 3 വർഷമായിട്ട് രാഷ്ട്രപിതാവിനെ പറ്റി ലഭ്യമായിരിക്കുന്ന എല്ലാവിധ ശേഖരണങ്ങളും ഞാൻ ശേഖരിച്ചിട്ടുണ്ട് ഈ ബുക്കുകളിൽ. എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് എൻ്റെ സുഹൃത്ത് ബാബു KJയുടെ അരികിലാണ്. ഇടുക്കിയിലെ ഇരുമ്പുപാലത്താണ്. സമീപകാലത്തായിട്ട് ശ്രീ ബാബു ഒരു അപകടം പറ്റി ശാരീരികമായിട്ട് വല്ലാത്തൊരു തളർന്ന അവസ്ഥയിലായിരുന്നു. ആ അവസ്ഥയിൽ നിന്ന് മോചിതനായി ആരോഗ്യം വീണ്ടെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ശ്രീ ബാബുവിനെ ഞാൻ അറിഞ്ഞ കാലം തൊട്ട് തന്നെ ഒരുപാട് വായിക്കും, ഗ്രന്ഥശാല പ്രവർത്തനങ്ങളിൽ ഏർപ്പെടും. പിന്നീടാണ് അദ്ദേഹത്തിന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ ഉദ്യോഗം കിട്ടിയത്. ഇപ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ സേവനം ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ സവിശേഷമായിട്ടുള്ളൊരു കാര്യമാണ് പ്രേക്ഷകരെ പരിചയപ്പെടുത്തുന്നത്. എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് പറഞ്ഞ രാഷ്ട്രപിതാവിനെ കുറിച്ചിട്ടുള്ള ലഭ്യമായ വിവരങ്ങളെല്ലാം അദ്ദേഹം പുസ്തക രൂപത്തിൽ ഇങ്ങനെ സ്വരൂപിച്ചിരിക്കുകയാണ്. നമസ്കാരം ബാബു. നമസ്കാരം. നമസ്കാരം. എനിക്കൊരു വാഹനാപകടമാണ് സംഭവിച്ചത്. ഞാൻ ഓഫീസിൽ നിന്നും റേഞ്ച് ഹൗസിലേക്ക് പോകുന്ന വഴിക്ക് ഓട്ടോറിക്ഷയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ബ്രേക്ക് പോയി മറ്റൊരു വാഹനമായിട്ട് ഇടിച്ച് എൻ്റെ സ്പൈനൽ കോഡിന് ചതവ് പറ്റുകയും എനിക്ക് കൈക്കും കാലിനും തളർച്ച അനുഭവപ്പെടുകയും ചെയ്തു. ഞാൻ തൊടുപുഴ സെൻറ്റ് മേരീസ് എറണാകുളം ഹോസ്പിറ്റൽ ട്രീറ്റ്മെൻറ്റിലായിരുന്നു. അതിനുശേഷം 6 മാസത്തിന് ശേഷം ഫിസിയോതെറാപ്പിയിലൂടെ ഫിസിയോതെറാപ്പിയിലൂടെ ഞാൻ തരണം ചെയ്ത് ഇപ്പോൾ ജോലിക്ക് പോയി തുടങ്ങിയിരിക്കുകയാണ്. ആരോഗ്യം വീണ്ടെടുത്ത് ജോലിക്ക് പോവുകയാണ്. ഞാൻ പനംകുട്ടി ഫോറസ്റ്റ് സ്റ്റേഷനിൽ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസറായി ജോലി ചെയ്യുന്നു. ഇങ്ങനെ ഈ അപകടം ഉണ്ടായിട്ട് എത്ര നാളുകളായി? അപകടം ഉണ്ടായിട്ട് ഇപ്പോൾ 7 മാസമായി. അപ്പോൾ ഞാൻ 7 മാസമായിട്ട് ഇപ്പോൾ വിശ്രമത്തിലാണ്. ഈ മാസമാണ് പോയി തുടങ്ങിയത്. ഒരുപാട് വായിക്കുന്ന ഒരാളാണ്. ഒരുപാട് മഹാത്മജിയെ കുറിച്ചിട്ടുള്ള ഇത്തരം ഒരു സമാഹാരം. ഇതെത്ര വോളിയുണ്ട്? 5 വോളിയമാണുള്ളത്. ഇതിപ്പോൾ 4 എണ്ണം ഉണ്ടല്ലേ? അതെ. ഇതെന്താ മഹാത്മജിയെ കുറിച്ചുള്ള എന്തെല്ലാം കാര്യങ്ങളാണ്? ഞാൻ മഹാത്മജിയെ കുറിച്ച് ഒരു വിവരണം ശേഖരിക്കണമെന്ന് വർഷങ്ങളായിട്ട് ആഗ്രഹിക്കുന്നതാണ്. 3 വർഷം മുമ്പാണ് ഞാനിതിൻ്റെ തുടക്കം കുറിച്ചത്. 3 വർഷം മുമ്പ് ഞാൻ ഇതിൻ്റെ ആരംഭം കുറിക്കുമ്പോൾ എനിക്ക് നിരവധി പത്രക്കട്ടിങ്ങുകൾ, പ്രത്യേകിച്ചും 25 വർഷത്തോളം പഴക്കമുള്ള സപ്ലിമെൻറ്റുകളുടെ ശേഖരണം ഉണ്ടായിരുന്നു. ആ സപ്ലിമെൻ്ററി ശേഖരണത്തിൽ നിന്നും അതുകൂടാതെ മാസികകൾ, ഡൈജസ്റ്റുകൾ, ലൈബ്രറി പുസ്തകങ്ങൾ തുടങ്ങിയുള്ള വിവരണങ്ങളും ഞാൻ ശേഖരിച്ചു. ഒരുപാട് ലൈബ്രറി പുസ്തകങ്ങൾ വായിക്കുകയും ആ ലൈബ്രറി പുസ്തകങ്ങളിൽ നിന്ന് കിട്ടിയ ഫോട്ടോസും വാർത്തകളും ഞാൻ ശേഖരിച്ച് കട്ട് ചെയ്ത് എടുത്ത് പിന്നെ ഷീറ്റ് പേപ്പറിൽ ഒട്ടിച്ച് അത് ബോർഡർ ചെയ്ത് ഡിസൈൻ ചെയ്ത് ബുക്കാക്കി ഇറക്കുകയാണ് ചെയ്തത്. മഹാത്മജിയെ കുറിച്ചുള്ള വിവരശേഖരണം ഓരോ പുസ്തകത്തിലും പ്രത്യേകിച്ചുണ്ടോ, അല്ലെങ്കിൽ എല്ലാത്തിലും കോമൺ ആയിട്ടാണോ? അല്ല, ഗാന്ധിജിയുടെ ആദ്യകാലം മുതൽ, അതായത് ഗാന്ധിജിയുടെ ജനനകാലം മുതൽ ഏതാണ്ട് ഗാന്ധിജി കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ അമ്മയുടെ മടിയിലിരിക്കുന്ന ഫോട്ടോ തൊട്ട് ഏതാണ്ട് 7 വയസ്സ് തൊട്ട് 78 വയസ്സ് വരെയുള്ള ഫോട്ടോകൾ ശേഖരണമുണ്ട്. അതുകൂടാതെ ഗാന്ധിജിയുടെ അച്ഛൻ അമ്മയുടെ ഫോട്ടോ, മക്കളുടെ ഫോട്ടോ, പിന്നെ ഗാന്ധിജിയുടെ മക്കളുടെ ഫോട്ടോ, ഇത്രയും നിരവധി ഫോട്ടോകൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഗാന്ധിജി ജനിച്ച വീട്, ഗാന്ധിജി പഠിച്ച സ്കൂള്, ഗാന്ധിജിയുടെ പഠന കാലഘട്ടത്തിലുള്ള ഫോട്ടോകൾ, ഗാന്ധിജിയുടെ വിവാഹ ഫോട്ടോകൾ, ഗാന്ധിജി ഇംഗ്ലണ്ടിൽ വക്കീലാകാൻ പഠിച്ച ഫോട്ടോകൾ, ദക്ഷിണാഫ്രിക്കയിൽ ജോലിക്ക് പോയപ്പോൾ ദക്ഷിണാഫ്രിക്കയിലുണ്ടായ അനുഭവങ്ങൾ, അതിൻ്റെ ഫോട്ടോകൾ, ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ചെയ്ത പ്രവർത്തനങ്ങൾ, അതിനുശേഷം ഗാന്ധിജി
അവിടുന്ന് ഇന്ത്യയിലേക്കുള്ള സഞ്ചാരം, ഇന്ത്യയിലേക്ക് സഞ്ചരിക്കുന്ന വഴികളുടെ ഫോട്ടോകൾ, ഇന്ത്യയിൽ എത്തിച്ചേർന്ന് ഗാന്ധിജി ചമ്പാരൻ പ്രക്ഷോഭത്തിൽ ഏർപ്പെടുന്നത്, ബർദോളി, ചമ്പാരൻ, ഖേദ സമരം തുടങ്ങിയത് ഏർപ്പെട്ട് അതിനുശേഷം റൗലറ്റ് ആക്ട്, അതുപോലെ തന്നെ ജാലിയൻവാല കൂട്ടക്കൊല തുടങ്ങിയവയിലുള്ള ഗാന്ധിജിയുടെ പങ്ക്, ആ സമയത്ത് ഗാന്ധി ചെയ്ത പ്രവർത്തനങ്ങൾ തുടങ്ങിയവയുടെ ചിത്രങ്ങൾ ശേഖരണത്തിൽ ഉണ്ട്. അതുകൂടാതെ 1924 വൈക്കം സത്യാഗ്രഹത്തെ പറ്റിയും ഗാന്ധിജി ശേഖരണമുണ്ട്. പിന്നെ ആ കാലഘട്ടത്തിൽ ഗാന്ധിജി കേരളം സന്ദർശിക്കുന്നുണ്ട്. 1920 കേരളം സന്ദർശിക്കുമ്പോൾ കേരളത്തിലെ ഗാന്ധിജി സംഭവം ആദ്യമായിട്ട് വരുമ്പോഴുള്ള സംഭവങ്ങൾ, കോഴിക്കോട്ടാണ് ആദ്യമായിട്ട് ഇറങ്ങുന്നത്, അവിടെ വന്ന സംഭവങ്ങൾ, അന്നുള്ള ഫോട്ടോകൾ, അതിനുശേഷം 31 ഗുരുവായൂർ സത്യാഗ്രഹം, അങ്ങനെ വന്ന് ഉപ്പ് സത്യാഗ്രഹത്തോടനുബന്ധിച്ചുള്ള ഫോട്ടോകൾ, വാർത്തകൾ. പിന്നെ ഗാന്ധിജി 36 ഒക്കെ 4 പ്രാവശ്യം കേരളം, 5 പ്രാവശ്യം കേരളം സന്ദർശിക്കുന്നുണ്ട്. ഈ 5 പ്രാവശ്യം കേരളം സന്ദർശിക്കുമ്പോൾ കേരളത്തിൽ വിവിധ സ്ഥലങ്ങളിൽ ഗാന്ധിജി പങ്കെടുത്ത ഫോട്ടോകൾ, വാർത്തകൾ, ഗാന്ധിജി ചെയ്ത പ്രവർത്തനങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ വിശദമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനുശേഷം ദണ്ഡിയാത്രയായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ, ദണ്ഡിയാത്രയിൽ പങ്കെടുത്ത ആളുകളുടെ പേരുകൾ, ഫോട്ടോകൾ, മലയാളികളുടെ പേരുകൾ തുടങ്ങിയ വിവരണങ്ങളെല്ലാം തന്നെ ശേഖരണത്തിലുണ്ട്. അതുകൂടാതെ ഗാന്ധിജിയുടെ ക്ഷേത്രപ്രവേശന വിളംബരം ആയിട്ട് ബന്ധപ്പെട്ട ഫോട്ടോകൾ, ഗാന്ധിജി കേരളത്തിൽ ചേർന്നപ്പോൾ ശ്രീനാരായണ ഗുരുവിനെയും അയ്യങ്കാളിയെയും ഒക്കെ കാണുന്ന ഫോട്ടോകൾ, അത് വാർത്തകൾ. പിന്നെ ഗാന്ധിജിയുടെ കൂടെ സ്വാതന്ത്ര്യസമര കാലഘട്ടത്തിൽ പങ്കെടുത്ത പ്രധാനപ്പെട്ട സ്വാതന്ത്ര്യസമര സേനാനികളുമായിട്ടുള്ള ഫോട്ടോകൾ, വിദേശത്തു നിന്നും ഗാന്ധിജിയുടെ ഗാന്ധിജിക്ക് ടോൾസ്റ്റോയ് എഴുതിയ കത്തുകൾ, ഗാന്ധിജിയുടെ കൈപ്പടകൾ, അതിനുശേഷം ഗാന്ധിജിയുടെ ശേഖരണങ്ങൾ, വിദേശത്തുള്ള എഴുത്തുകാരുമായിട്ടുള്ള നിരവധി സമ്പർക്കങ്ങൾ, ജോൺ റസ്കിൻ്റെ അന്ത്യവിലാസം എന്ന പുസ്തകം വായിച്ച കാര്യങ്ങൾ, അങ്ങനെ വന്ന സുഭാഷ് ചന്ദ്രബോസുമായിട്ടുള്ള ഗാന്ധിജിയുടെ പ്രവർത്തനങ്ങൾ, സ്വാതന്ത്ര്യസമര സേനാനിയിലെ എല്ലാവരുടെയും നിരവധി പേരുണ്ട്, നെഹ്റു തൊട്ട് മുഴുവൻ പേരുടെയും കൊണ്ട് പ്രവർത്തനങ്ങൾ, ലോകോത്തര സാഹിത്യകാരന്മാരുമായിട്ടുള്ള ബന്ധങ്ങൾ, ചാർലി ചാപ്ലിനുമായിട്ടുള്ള ബന്ധങ്ങൾ, അങ്ങനെ ഇങ്ങനെ വന്ന് ഗാന്ധിജിയുടെ 42 ക്വിറ്റ് ഇന്ത്യ സമരം, ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ ഗാന്ധിജി പങ്കെടുത്ത ഫോട്ടോകൾ, ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ ഗാന്ധിജി ആഹ്വാനം ചെയ്ത സംഭവങ്ങൾ, അതുമായിട്ട് ബന്ധപ്പെട്ട ഫോട്ടോകൾ, ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ നിരവധി ചിത്രങ്ങൾ. അതിനുശേഷം 1946 ഗവൺമെൻറ് രൂപീകരണം, 47 സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ഡൽഹിയിലെ ദേശീയ പതാക ജവഹർലാൽ നെഹ്റു ഉയർത്തുന്നതും, അതുപോലെ തന്നെ ഡൽഹിയിലെ സ്വാതന്ത്ര്യദിനാഘോഷത്തിൻ്റെ ഫോട്ടോകൾ, നിരവധി ഫോട്ടോകൾ, വാർത്തകൾ. അതിനുശേഷം ഗാന്ധിജി ആ സമയത്ത് നവക്കാലിയിൽ പങ്കെടുക്കുന്നതും അവിടെ കലാപം പൊട്ടിപ്പുറപ്പെട്ടു ഗാന്ധിജി അവിടെ എത്തിച്ചേരുന്ന വാർത്തകൾ, ഫോട്ടോകൾ തുടങ്ങി. അങ്ങനെ ആ ഗാന്ധിജിയുടെ അവസാനം 48 ബിർള ഹൗസിലെ പ്രാർത്ഥന സമയത്ത് ഗാന്ധിജിയായിട്ട് ഇൻ്റർവ്യൂ നടത്തുന്ന ഒരു വിദേശി, അവസാനം ഇൻ്റർവ്യൂ നടത്തിയ വിദേശിയാണ്. ആ വിദേശി ഗാന്ധിജിയെ സന്ദർശിച്ച ശേഷം അദ്ദേഹത്തിൻ്റെ റൂമിലേക്ക് പോകുന്ന സമയത്താണ് ഗാന്ധിജി വെടിയേൽക്കുന്നത്. ഗാന്ധിജി നാഥുറാം വിനായക് ഗോഡ്സെ വെടിവെക്കുന്ന ഫോട്ടോകൾ, ആ വെടിയേറ്റ് മരിച്ചു കിടക്കുന്ന ഫോട്ടോകൾ, അത് കൂടുതലും ഫോട്ടോകളും അതിനുശേഷം പകർത്തിയത് ഈ വിദേശിയാണ്. ഫോട്ടോകൾ തന്നെ പകർത്തിയത് അദ്ദേഹമാണ്. ഗാന്ധിജിയുടെ മരണത്തിന് ശേഷമുള്ള എല്ലാതരം ഫോട്ടോകളും, ഗാന്ധിജി ശവസംസ്കാര ചടങ്ങുകൾ എല്ലാം പകർത്തിയത്. ഏതാണ്ട് 15 ലക്ഷത്തോളം ആളുകൾ ഗാന്ധിജിയുടെ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുത്തായിട്ടുള്ള വിവരണങ്ങളുണ്ട്. ഏതാണ്ട് 8 കിലോമീറ്റർ ദൈർഘ്യമുണ്ടായിരുന്നു ഗാന്ധിജിയുടെ ശവസംസ്കാര ചടങ്ങിന്. അങ്ങനെ വന്നതിന് ശേഷം പിന്നെ ഗാന്ധിജിയുടെ മരിച്ച ഗാന്ധിജിയുടെ ചിതാഭസ്മം നിലയിൽ ഒഴുക്കുന്നവരെ ഉള്ള വിശദ വിവരങ്ങൾ എല്ലാ സ്ഥലത്തും ഒഴുക്കുന്നുണ്ട്, ശേഖരണങ്ങളുണ്ട്. ഇന്ത്യയിലെ വിവിധ നദികളിൽ ഒഴുക്കുന്നുണ്ട്. അതിനുശേഷം ഗാന്ധിജിയുടെ മരണത്തിന് ശേഷം സ്വാതന്ത്ര്യമായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങൾ, പിന്നീട് ഗാന്ധിജിയെ പറ്റിയുള്ള വിലയിരുത്തലുകൾ, വിമർശനങ്ങൾ, അതുപോലെ തന്നെ ലേഖനങ്ങൾ, അങ്ങനെ ലേഖനങ്ങളുടെ വലിയൊരു സമാഹാരം എൻ്റെ ശേഖരണത്തിലുണ്ട്. പിന്നെ അതിനുശേഷം ഈ ഗാന്ധിജിയുടെ പിന്നീടുള്ള പ്രവർത്തനത്തിന് ശേഷം ഗാന്ധിജിയെ ആദരിക്കുന്നതും സംഭവങ്ങൾ, ലോകരാജ്യങ്ങൾ ആദരിക്കുന്നത്, ഗാന്ധിജിയുടെ ലോകത്തിൽ ഇറങ്ങിയിരിക്കുന്ന സ്റ്റാമ്പുകൾ, ഗാന്ധിജിയുടെ പേരിൽ പ്രതിമകൾ, രാജ്യത്തെ ഏതെല്ലാം രാജ്യങ്ങളിൽ ഗാന്ധിജിയുടെ പ്രതിമകളുണ്ടോ ആ പ്രതിമകളുടെ എല്ലാം ശേഖരണങ്ങളുണ്ട്. ഗാന്ധിജിയുടെ ചർക്കയുടെ ശേഖരണങ്ങളുണ്ട്. ഗാന്ധിജിയെ പറ്റിയുള്ള ഗാന്ധിജിയുടെ വിവിധതരം വ്രതങ്ങളെപ്പറ്റി ഉള്ള ശേഖരണമുണ്ട്. ഇന്നും ഗാന്ധിജിയുടെ ആ ആശ്രമത്തിൽ ഗാന്ധിജി കുറേ ആശ്രമങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ തന്നെ 3-4 ആശ്രമങ്ങൾ, സബർമതി ആശ്രമം, അതുപോലെ തന്നെ വാർത്താ ആശ്രമം, അങ്ങനെ ഗാന്ധിജി ആശ്രമങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ ആശ്രമങ്ങളിൽ ഇപ്പോഴും ഗാന്ധിജി അനുഷ്ഠിച്ചിരുന്ന അതേ സംഭവങ്ങൾ അതുപോലെ തന്നെ ഇപ്പോഴും തുടർന്നു പോരുന്നുണ്ട്. കുസുംതായി ഒരു സ്ത്രീയെ ഇപ്പോഴും ഗാന്ധിജി ചെയ്യുന്ന ദിനചര്യകൾ അതുപോലെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ആ ആശ്രമങ്ങൾ ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്നുണ്ട്. ഗാന്ധിജിയെ ആരാധിക്കുന്ന ക്ഷേത്രങ്ങൾ, ഇന്ത്യയിൽ തന്നെ 2 ക്ഷേത്രങ്ങൾ ബാംഗ്ലൂരും അതുപോലെ വേറൊരു സംസ്ഥാനത്തും ആരാധിക്കുന്നുണ്ട്. അതിൻ്റെ ഫോട്ടോകൾ, ആരാധന ക്ഷേത്രങ്ങൾ, ഗാന്ധിജിയുടെ ചിതാഭസ്മം
സൂക്ഷിക്കുന്നത് അമേരിക്കയിലെ ഒരു ദേവാലയത്തിൽ സൂക്ഷിക്കുന്ന ഫോട്ടോ ഉണ്ട്. ഗാന്ധിജി അതുപോലെ തന്നെ സന്ദർശനം നടത്തുന്നത് ഇറ്റലിയിലെ പോപ്പിൻ്റെ വസതിയിൽ സന്ദർശനം നടത്തുമ്പോൾ ക്രോശിത രൂപം നോക്കി നിൽക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട്. അങ്ങനെ വന്നതിന് ശേഷം ഗാന്ധിജിയെ ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ അനുകൂലിക്കുന്നവരും വിമർശിക്കുന്നവരും ഉള്ള വാർത്തകൾ ശേഖരണമുണ്ട്. ഗാന്ധിജിയെ പറ്റി ഗാന്ധിജി സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത കാര്യത്തെപ്പറ്റി പോലും വിമർശനം ഉന്നയിക്കുന്നുണ്ട്. ഗാന്ധിജിയെ പറ്റിയുള്ള എല്ലാ വിവരങ്ങളും അടങ്ങിയ ഒരു ബൃഹത്തായ സമാഹാരമാണ് ഞാൻ ശേഖരിച്ചിരിക്കുന്ന ഈ 80. എത്ര നാളുകൊണ്ടാണ് ശ്രീ ബാബു? ഏതാണ്ട് 3 വർഷം ഞാൻ ഇതിനുവേണ്ടി പ്രയത്നിച്ചു. 3 വർഷത്തെ പ്രയത്നമാണ് ഈ ശേഖരണം ലഭിച്ചത്. ഇപ്പോൾ അങ്ങേക്ക് അപകടം പറ്റി 7 മാസം മുമ്പ് ഇതിന്റെ ഏതെങ്കിലും പതിപ്പ് ഇറങ്ങിയിരുന്നു? ഇത് ഇല്ല, ഇതിൻ്റെ പൂർത്തീകരണം പേജുകളാക്കി ഞാനത് ശേഖരിച്ച് ഒട്ടിച്ചു വെച്ചിരിക്കുകയായിരുന്നു. അതിൻ്റെ ഉള്ളടക്കം തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്ക് ആദ്യത്തെ അപകടം ഉണ്ടായത്. പിന്നീട് അതിനുശേഷം ഞാൻ അപകടം പറ്റിയതിന് ശേഷം എൻ്റെ മക്കളും ഭാര്യയും കൂടെയാണ് ഈ ബുക്കിൻ്റെ പൂർത്തീകരണം നടത്തുന്നതിന് എന്നെ സഹായിച്ചത്. അവർ ബുക്ക് ബൈൻഡ് ചെയ്യുന്നതിന് എന്നെ സഹായിച്ചു. അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളടക്കങ്ങൾ തയ്യാറാക്കുന്നതിന് സഹായിച്ചു. അതുപോലെ ഇതിൻ്റെ ശേഖരണത്തിന് എൻ്റെ ഭാര്യ, കുട്ടികൾ, അതുകൂടെ എൻ്റെ കൂട്ടുകാർ, സഹപ്രവർത്തകർ എല്ലാവരുടെയും സഹകരണങ്ങൾ, കൂട്ടുകാർക്കൊക്കെ ലഭിക്കുന്ന ഏത് പത്രത്താളുകളും എനിക്ക് തരുമായിരുന്നു. കുടുംബത്തിലും അതുപോലെ ശേഖരണം ഉണ്ടായിരുന്നു. ആ ശേഖരണത്തിൻ്റെ എല്ലാ പൂർത്തീകരണമാണ് ഈ ബുക്ക് ഇന്ന് ലഭ്യമായിരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ചിത്രങ്ങൾ അടങ്ങിയ ഒരു ബുക്കാണ്. ഇതെന്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്? ഇതെനിക്ക് ബുക്കായിട്ട് ബൈൻഡ് ചെയ്ത് ഇറക്കിയിട്ട് ഇത് ബുക്കായിട്ട് പബ്ലിഷ് ചെയ്തിട്ട് ലൈബ്രറികളിലും സ്കൂൾ ലൈബ്രറികൾ അതിന് പബ്ലിക് ലൈബ്രറികളിൽ ഒക്കെ നൽകുവാനും, അങ്ങനെ ഇത് ഗാന്ധിജിയെ പറ്റി നഷ്ടപ്പെട്ടു പോയ ഗാന്ധിജിയുടെ മൂല്യങ്ങൾ, ഇപ്പോൾ ഗാന്ധിജിയുടെ മൂല്യങ്ങളുണ്ടെങ്കിലും ഗാന്ധിജിയെ നിലവിൽ മറക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഇന്ന് ഭാരതീയരായിരിക്കുന്ന പുതുതലമുറ ഗാന്ധിജിയെ അറിയുന്നില്ല. പക്ഷേ അത് പണ്ട് ആൽബർട്ട് ഐൻസ്റ്റീൻ ഈ പറയുന്ന ഒരു വാക്കിൻ്റെ അകത്ത് പ്രത്യേകമുണ്ട്. ഇതുപോലെ മജ്ജയും മാംസമുള്ളൊരു മനുഷ്യൻ ഭൂമുഖത്ത് ജീവിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ വരും തലമുറ വിശ്വസിക്കില്ല എന്ന് ആൽബർട്ട് ഐൻസ്റ്റീൻ ഒരിക്കൽ ഗാന്ധിജിയെ പറ്റി പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇവിടെ തന്നെയാണെങ്കിൽ അലമാരികൾ നോക്കുമ്പോൾ വായനയുടെ നന്മ പകർന്ന ബാബു, ചുവരുകളിൽ അക്ഷര വെളിച്ചം നിറച്ച ബാബു, ഇങ്ങനെ ഒരുപാട് പത്രക്കട്ടിങ്ങുകൾ അങ്ങയെ സംബന്ധിച്ചുകൊണ്ട് ലൈബ്രറി കൗൺസിൽ ജില്ലാതലത്തിൽ നടത്തിയ വായനാ മത്സരത്തിൽ 1ാം സ്ഥാനം നേടിയ അടിമാലി ഈസ്റ്റേൺ സ്കൂൾ 6ാം ക്ലാസ് വിദ്യാർത്ഥി ആദർശ് ബാബു മകനാണ് അല്ലേ? 3 വർഷം ജില്ലയിൽ സമ്മാനം ഫസ്റ്റ് കിട്ടിയായിരുന്നു. അത് ശരി. അപ്പോൾ ഇതാണ് കുടുംബം. 2 ആൺകുട്ടികളാണ്? 2 ആണും ഒരു പെണ്ണും. 2 ആൺകുട്ടികൾ. ആൺകുട്ടികളുടെ പേര് ആദർശ് ബാബു, അഭിജിത്ത് ബാബു, ആദിത്യ ബാബു. ഭാര്യയുടെ പേര് ഷൈനി ബാബു. എന്തായാലും താങ്കൾക്ക് ഇപ്പോൾ എഴുന്നേറ്റ് പയ്യെ നടക്കാൻ പറ്റുന്നൊരവസ്ഥയിലേക്ക് എത്തി. പനംകുട്ടി ഫോറസ്റ്റ് സ്റ്റേഷനിൽ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസറായിട്ട് ഇപ്പോൾ ജോലി ചെയ്യുകയാണ് ബാബു. ഇതിനിടയിലാണ് കിട്ടുന്ന സമയം വായനയ്ക്കും അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളും. ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനം രാഷ്ട്രപിതാവിനെ ചരിത്ര വഴികളിലൂടെ അനുസ്മരിക്കുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് ലഭ്യമായിട്ടുള്ള എല്ലാം തന്നെ ഈ 5 വോളിയമായിട്ട് അദ്ദേഹം സമാഹരിച്ചു വെച്ചിട്ടുണ്ട്. എന്തായാലും വലിയ ഒരു പ്രത്യേകതയുള്ള ഒരു കാര്യമാണ് ഇന്ന് പ്രേക്ഷകരെ പരിചയപ്പെടുത്തിയത്. താങ്കളുടെ പരിശ്രമങ്ങൾക്ക് ഇനിയും ഇത്തരത്തിലുള്ള ചരിത്ര പുരുഷന്മാരെ സമൂഹം അറിയത്തക്ക തരത്തിൽ ഇത്തരത്തിലുള്ള സമാഹാരങ്ങൾ ഉണ്ടാവട്ടെ. എല്ലാവിധ ആശംസകളും.